ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക വെളിപ്പെടുത്തലിൽ തുടർച്ചയായ 4ാം ദിവസവും തെരച്ചിൽ. നേത്രാവതി പുഴ 6ാം പോയിന്റിൽ ആണ് JCB ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയത്. 6ാം പോയിന്റിൽ തലയോട്ടിയടക്കം കണ്ടെത്തിയതോടെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥലങ്ങളിൽ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിച്ചത്. ആദ്യം 7 പോയിന്റിൽ പരിശോധന നടത്തി. പക്ഷേ അവിടെ നിന്നും എന്തൊക്കെ വസ്തുക്കൾ കിട്ടി എന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണമില്ല. എന്തൊക്കെ വസ്തുക്കൾ കിട്ടി, അതല്ല അവിടുന്ന് ഏതെങ്കിലും തരത്തിലെ വസ്തുക്കൾ കിട്ടിയില്ല, ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം SIT പുറത്തുവിടുന്നില്ല. ഇപ്പോൾ 8ലെ പരിശോധന നടക്കുന്നു. 8ലെ പരിശോധന നിർണായകമാണ്. അവിടുന്ന് എന്തൊക്കെ വസ്തുക്കൾ കിട്ടുന്നോ അത് നിർണായകമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം 8 എന്ന് പറയുന്ന പോയിന്റ് മുതൽ 11 വരെയുള്ള ഇടങ്ങൾ, അവിടെയാണ് കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടെന്ന് സാക്ഷി മൊഴി നൽകിയിരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ പരിശോധന, അത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആ സ്ഥലങ്ങളാണ്, അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഇനി വരും ദിവസങ്ങളിൽ 9, 10, 11 ആ 3 കേന്ദ്രങ്ങളിൽ കൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. അതും വളരെ നിർണായകമാണ്. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ട ഈ മേഖലയിലെ പരിശോധന പൂർത്തിയായി. ഇതിന് ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് 1ഉം 2ഉം പോയിന്റ് ഉള്ളത്. ആ 2 സ്ഥലങ്ങളിൽ നിന്നും നടത്തിയ പരിശോധനയിൽ ഒന്നിൽ നിന്നാണ് ചില നിർണായക സൂചനകൾ കിട്ടിയത്, തെളിവുകൾ കിട്ടിയത്. പക്ഷേ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് SIT വ്യക്തമാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ വിവരങ്ങളൊന്നും മറ്റു വിവരങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല. അത് ഒരു സ്ത്രീയുടെ ബ്ലൗസും അതുപോലെ തന്നെ ബാഗും ഒപ്പം തിരിച്ചറിയൽ രേഖകളുമാണ് ലഭിച്ചത്. ഈ കാര്യത്തിൽ SIT അന്വേഷണം നടക്കുന്നുണ്ട്. ആ പഴയ കാലഘട്ടങ്ങളിൽ നടന്ന, അതായത് 95 മുതൽ 2014 വരെ നടന്ന കാലഘട്ടങ്ങളിൽ നടന്ന കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ഈ ലഭിച്ച വസ്തുക്കൾക്ക് ബന്ധമില്ല എന്നാണ് SIT പ്രാഥമികമായി നൽകുന്ന വിവരമെങ്കിലും അത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഇവിടെ എത്തി, അത് ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്ത് തന്നെ പരിശോധന നടത്തുമ്പോൾ അത്തരം വസ്തുക്കൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭൂമിക്കടിയിലുള്ള ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ അത് പുറത്തു വരുമ്പോൾ ഒരുപാട് പേരുടെ ഇത്തരത്തിലുള്ള വേദനകളും അതുപോലെ തന്നെ കണ്ണുനീരുമുള്ള ഒരു മണ്ണാണ് അത്. നേരത്തെയൊക്കെ പല റിപ്പോർട്ടുകളിലായി ന്യൂസ് 18 തന്നെ പുറത്തുവിട്ടതാണ്. അവരുടെ എല്ലാം കണ്ണീരിന് ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം ഉണ്ടാകുമോ, അതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും, ആക്ഷൻ കമ്മിറ്റിയും. ധർമ്മസ്ഥലയിൽ നിന്നും KV ബൈജു, ന്യൂസ് 18.